ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 22 ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഈ നിഫ്റ്റിയുടെയൊക്കെ വീക്കിലി എക്സ്പയറി കാണാൻ സാധിക്കുള്ളൂ. അതോടുകൂടി അതെല്ലാം തന്നെ ഒരു മന്ത്ലി എക്സ്പയറിയിലേക്ക് മാറിപ്പോകാനുള്ള ഒരു അവസരമാണ് വരുന്നത്. സോ നമ്മൾ ഓൾറെഡി നിഫ്റ്റി മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും അനലൈസ് ചെയ്യുന്നത്. സോ മന്ത്ലി വരുമ്പോൾ ആ മന്ത്ലി എക്സ്പയറിയുടെ സമയത്ത് നമുക്ക് ഈ ഓരോന്നും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ദെൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒത്തിരി പേര് എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ അയച്ചിരുന്നു. അവർക്കൊക്കെ ഞാൻ 15 ദിവസവും 20ഉം 1 മാസവും 10 ദിവസവും അങ്ങനെ എത്രയാണോ ആദ്യം കിട്ടുന്ന ഒരു ഡേറ്റ് എല്ലാവർക്കും ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരോളം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അതിനകത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ ജോയിൻ ചെയ്യാം. അല്ല നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് കുറച്ച് ദിവസം ഫ്രീ ട്രയൽ അടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും പരമാവധി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് എല്ലാം തന്നെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടോ രേഖപ്പെടുത്തുക. അതിനെല്ലാ സപ്പോർട്ടും ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഇനി ഒരു 6 പേർക്ക് കൂടിയുള്ള അവസരമുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. കോപ്പി ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് ഒത്തിരി പേര് ചോദിക്കുന്നതിന് ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മൾ 3% പ്രോഫിറ്റിലാണ് ഈ മാസത്തിലുള്ളത്. ഇനി അതിനകത്ത് ബ്രോക്കറേജ് അതായത് നമ്മളൊന്ന് ചെറിയ രീതിയിൽ 2.8% ലോസിൽ നിന്നാണ് 3% പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ബ്രോക്കറേജ് കവറപ്പ് ആവാനുണ്ട്. അങ്ങനെ വരുമ്പോഴേ ആക്ച്വലി നമ്മൾ പ്രോഫിറ്റിലെത്തുള്ളൂ. ഏതാനും ദിവസം ഈ ശനിയാഴ്ച അല്ലെങ്കിൽ മന്ത് എൻഡിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ റെക്കോർഡിംഗ് അടക്കം അതായത് PNL റിപ്പോർട്ട് അടക്കം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഒന്ന് വെയിറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫൈനലി ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതേ ഉള്ളൂ. നിഫ്റ്റി 24,500 ഒന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശരിക്കും ഇറങ്ങി അങ്ങ് പോയിരുന്നു. 24,900 ലെവലിലൊക്കെ പോയിട്ടാണ് 24,560 ലെവലിലൊക്കെ മിനിഞ്ഞാന്ന് ടച്ച് ചെയ്തിരുന്നു. ഇന്നലെ 24,679 വരെയും ഇന്നലെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം എന്ന ഒരു പാറ്റേണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ വരും. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നത്തത് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ക്യാൻഡിലോട് ഇങ്ങോട്ട് കയറട്ടെ, എന്നാലേ കൺഫർമേഷൻ ആവുള്ളൂ ഈ നെക്ക് ലൈൻ ടച്ച് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മാർക്കറ്റ് ഇന്നലെ ഓപ്പോസിറ്റ് മൂവ്മെൻ്റാണ് തന്നത്. സോ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു പാറ്റേൺ ഫോർമേഷൻ കിട്ടും. അതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഹൈയും ഇതും ടച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരക്കുകയാണെങ്കിൽ താഴോട്ട് പൊട്ടാനുള്ള എല്ലാ സിഗ്നൽസും അത് നമ്മുടെ മുന്നിൽ കാണിച്ച് തരുന്നുണ്ട്. സോ നോക്കാം ഇന്ന് കാരണം ഇന്നലത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പോക്കായിരുന്നു പോയെന്ന്, ഭയാനകമായ രീതിയിൽ താഴോട്ട് പോയിട്ട് പിന്നീട് ചെറിയ രീതിയിൽ 24,700 മുകളിലേക്ക് വന്നതാണ്. സോ ഇതൊരു ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതുള്ളത്. മോസ്റ്റ് പ്രോബ്ലി ഇത് ഇങ്ങോട്ട് തന്നെ പോവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്നാണ് നമുക്കറിയേണ്ടത്. നോക്കാൻ ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആകട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ദെൻ HFCLൻ്റെ Q2 പ്രോഫിറ്റ് 4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊത്തിരി കമ്പനികളുടെ റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഫൈനൽ നെറ്റ് പ്രോഫിറ്റിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ ഒത്തിരി പേർക്ക് IPO കിട്ടിയിട്ടുണ്ട്. ദെൻ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, യൂണിയൻ ബാങ്ക്, ഓല ഇലക്ട്രിക്, എപ്പിഗ്രൽ, ബാലു ഫോർജ് ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇന്നത്തേക്കുള്ളത്. ഓല ഇലക്ട്രിക്കലിൻ്റെ ന്യൂസിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരടുത്ത് ആ കമ്പനിയിലേക്ക് എത്തിയ 99% കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് അവരൊരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിൽ ഒരു പക്ഷേ ആ സ്റ്റോക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഗോൾഡ് റേറ്റ് വീണ്ടും ആകാശം മുട്ടെ പറക്കുകയാണ്. $2,728 സ്വർണത്തിൻ്റെ വില. ക്രൂഡ് ഓയിൽ കുറഞ്ഞ് താഴോട്ടാണ്, $69.78 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് മാറ്റമില്ലാതെ 24.70 രൂപ 7 പൈസ എന്ന രീതിയിൽ തുടരുകയാണ്. ദെൻ
ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോകുന്നത്. ഷങ്കായി കമ്പോസിറ്റ് മാത്രമാണ് മറ്റ് ഈ ഭാഗത്തോട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻഡെക്സുകളിൽ ഗ്രീൻ ഉള്ളതും വലിയ രീതിയിൽ ഗ്രീൻ ഒന്നല്ല, ഒരു 6 പോയിൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,780 ഇന്ന് ഓപ്പൺ ആയത് 24,792 12 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്ന 24,797, അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 5 പോയിൻറ്റ് മുകളിലാണ്. അപ്പോൾ എന്തായാലും 780 ഓപ്പണായിട്ട് 797 ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 17 പോയിൻറ്റ് മുകളിലാണ് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സ് കാര്യമായിട്ടൊന്നും കണ്ടില്ല. ചൈന FDI ഇയർ ടു ഡേറ്റ് സെപ്റ്റംബർ, ഈ ഒരൊറ്റ ഡാറ്റ മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ ഒരുപാട് കമ്പനികളുണ്ട്. എൻ്റെ ലിസ്റ്റ് ശരിക്കും പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ എനർജി, ഡൈനാമിക് കേബിൾസ്, ഗുഡിയർ ഇന്ത്യ, സിഗ്നിറ്റി ടെക്നോളജീസ്, ഗുജറാത്ത് മിനറൽസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ക്യാൻഫിൻ ഹോംസ്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, കൊഫോജ് ലിമിറ്റഡ്, ബജാജ് ഫിനാൻസ്, ICICI സെക്യൂരിറ്റീസ്, ജിൻദാൽസ് ഹോട്ടൽസ്, IIFL സെക്യൂരിറ്റീസ്, കജേറിയ സെറാമിക്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, 197 കമ്മ്യൂണിക്കേഷൻ, PTM, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ഇൻഡസ് ടവേഴ്സ്, ഷോപ്പർ സ്റ്റോപ്പ്, വെൽസ്പൺ, SRF, വരുൺ ബെവറേജസ്, സൊമാറ്റോ. ഇത്രയും കമ്പനികളിലാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്തത്. ഇത്രയും കമ്പനികളല്ല, ഇതിൽ പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ കമ്പനികൾ മാത്രം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്ന ഒരു 200-ലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. F&O ബാനിൽ വന്നിരിക്കുന്ന ആരതി ഇൻഡസ്ട്രീസ്, സെയിൽ, ബന്ധൻ ബാങ്ക്, RBL ബാങ്ക്, ബി സോഫ്റ്റ്, PNB, IDFC ഫസ്റ്റ് ബാങ്ക്, IEX, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, PEL, GNFC, മണപ്പുറം, ഗ്രാനൂൾസ്, LTF, ഇൻകോപ്പർ, ഇന്ത്യ മാർട്ട്. ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിവ് പോലെ ഇന്നലെയും 2,261 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,225 കോടിയുടെ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. അതുവഴി 964 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ നടന്നത്. എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസത്തിൽ 80,792 കോടിയുടെ സെല്ലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 76,800 കോടിയുടെ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3,991 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും നടന്നിരിക്കുന്നത്. ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 24,956 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് 175 പോയിൻ്റ് നഷ്ടത്തിൽ 24,781 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 242 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ 1,007 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് 3.9% ഒരു ലോസാണ്. ദെൻ ഇന്നലെ നിഫ്റ്റി നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും നോർമൽ CPR ആണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അതിനെക്കുറിച്ച്. ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 13.76 നല്ല ഓപ്ഷൻ ബയേഴ്സിന് പറ്റിയൊരു വിക്സ് ആണ്. ദെൻ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.59 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,000-ലാണ്. 1,28,00,000 കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട് 25,000-ൽ. അതേസമയത്ത് പുട്ട് റേറ്റിംഗ് ആണെങ്കിൽ 24,500-ലാണ്. അത് 76 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പം കോൾ റേറ്റിംഗ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് പൊട്ടി താഴോട്ട് പോകും എന്നുള്ളതാണ്. ഒരു പക്ഷേ 24,500-ൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 398 പോയിൻറ്റിന് നഷ്ടമുണ്ടാക്കി. ഫിൻ നിഫ്റ്റി 142 പോയിൻറ്റിന് നഷ്ടമുണ്ടാക്കി. സെൻസെക്സ് 618 പോയിൻറ്റ് പൊട്ടി താഴോട്ടിറങ്ങിപ്പോയി. നിഫ്റ്റി 365 പോയിൻറ്റും താഴോട്ടിറങ്ങിപ്പോയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. ഇന്നലെ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്ത പ്രകാരം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രതീക്ഷ പോലെ ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോയി. ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമുക്ക് ഡേ ഹൈ അല്ലെങ്കിൽ ഡേ ലോ കിട്ടും എന്ന് പറയുന്നത് ഡേ ലോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ അത് ഒരു എന്താ പറയുക നോട്ടേഡ് സോണിൽ കയറിയിട്ട് സിഗ്സാഗ് കളിച്ചങ്ങ് തീർത്തു. ഈ രാവിലത്തെ മൂവ്മെൻറ്റിൽ ഒട്ടുമിക്ക ആൾക്കാരും, അതായത് ഒരുവിധം ട്രേഡിംഗ് അറിയുന്നവരൊക്കെ 100% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് വന്ന സ്ക്രീൻഷോട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അമ്മാതിരി ഫോളോ ആയിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചാലും വെച്ചില്ലെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്താലും 100%, അതായത് 120 രൂപയൊക്കെ ഉള്ള പ്രീമിയം ഉള്ള സാധനം 390 രൂപയൊക്കെ എത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എവിടെ കയറി കഴിഞ്ഞാലും 100% പ്രോഫിറ്റ് ഇന്നലെ ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ 100% പ്രോഫിറ്റ് ഇന്നലെ ഒത്തിരി പേര് എടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന്
മാർക്കറ്റ് താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോകും എന്നാണ് നമ്മളോട് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്നലത്തെ ഒരു സ്വിംഗ് ഹൈയും ഈ ഒരു ഹൈയും ഇന്നലത്തെ സ്വിംഗ് ലോയും ഈ ഒരു ലോയും ഈ രണ്ട് റേഞ്ചിൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് ഇറങ്ങിയാൽ മാത്രം എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ താഴെ നിന്ന് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ മുകളിൽ പോയിട്ട് എക്സിറ്റ് ആവുക, കാരണം അവിടെ നിന്ന് തിരിച്ചിറങ്ങും. ഈ രീതിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പോവുക. ഇങ്ങനെയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പോവുക റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പ്രത്യേകം ആദ്യമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു യെസ്റ്റർഡേ ഇത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇന്നലത്തെ സ്വിംഗ് ഹൈ ലാസ്റ്റ് ക്ലോസിങ്ങിന് മുമ്പേ ഉള്ള സ്വിംഗ് ഹൈയും ലോയും ഒന്ന് എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇവിടെ ബോട്ടം CPR മുതൽ നോ ട്രേഡ് സോണിൻ്റെ ടോപ്പ് ലെവൽ വരെയുള്ള ബ്രേക്ക്ഔട്ട് ലൈൻ വരെയുള്ള ഈ ഒരു സോണാണ് നമ്മൾ നോ ട്രേഡ് സോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 24,760 24,797 ഉള്ള ഒരു 63 പോയിന്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു സേഫ് സൈഡിന് ഞാൻ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ സ്വിംഗ് ലോ ഇവിടെ വരെയുള്ള ആ റേഞ്ചിൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിൻ്റെ കൂടെ പോവുക. അതല്ല അതിൻ്റെ അകത്ത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഇവിടെ നിന്ന് എടുത്ത് മുകളിൽ പോവുക, മുകളിൽ നിന്ന് പുട്ടെടുത്ത് താഴോട്ട് ഈ ലെവൽ വരെ വരിക. ആ ഒരു മൂവ്മെൻ്റാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ നമ്മൾ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് നോ ട്രേഡ് സോൺ ഇവിടെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഒരു സോണാണ് 63 പോയിന്റിൻ്റെ ഒരു സോണാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ദെൻ മാർക്കറ്റിൽ ഇന്ന് ഡേ ഹൈ വരാൻ പോകുന്നത് 24,995 ഒന്നുകിൽ 24,995 കിട്ടും, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ ആയ 24,607 കിട്ടും. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് ഇന്ന് കിട്ടും. മോസ്റ്റ് പ്രോബബ്ലി 24,607 കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റിൻ്റെ അങ്ങനെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈയുടെയും ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന ഡേ ഹൈയുടെയും ഇടയിലുള്ള 24,798 24,978ൻ്റെയും 24,940 ഇടയിലുള്ള ഈ ഒരു സോണിൽ വെച്ച് മാർക്കറ്റിന് റിജക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടെങ്കിൽ 25,000 ആ ഒരു ഇതിൽ മുമ്പേ തന്നെ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ വെച്ച് മാർക്കറ്റിന് ഒരു റിജക്ഷൻ ഉണ്ടാവും. ഏകദേശം എത്ര പോയിൻ്റാണ്? ഒരു 38 പോയിന്റിൻ്റെ ഒരു സോണാണിത്. അതായത് ഇന്നലത്തെ ഡേ ഹൈയുടെ തൊട്ട് താഴെ വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് പ്രവചനങ്ങൾ തെറ്റിപ്പോകാൻ 100% സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന സിഗ്നൽസ് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് കരുതി കാത്തിരിക്കരുത്. മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ 24,597 607 എന്നുള്ള ഈ 10 പോയിന്റിൻ്റെ സോണിൽ വെച്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും 24,600 ലെവലിൽ. ഓക്കെ, ഇനി മാർക്കറ്റ് റെയർ കേസിൽ മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ 25,100 വരെയും കയറി പോകാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ സോൺ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ താഴെ നിന്ന് എടുത്താൽ മുകളിൽ ഈ ലെവൽ വരെയും എക്സിറ്റ് ആവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇത് വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ 24,700 ഇന്നലത്തെ ഡേ ഹൈ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്യുക. വീണ്ടും ഫർദർ കയറി പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ വിട്ടേക്ക്, അതെന്തായാലും നല്ല രീതിയിൽ കയറി പോയിക്കോളും. ഓക്കെ, താഴോട്ട് വരാനാണ് കൂടുതൽ സാധ്യതയും ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 24,600 597 ലെവലിൽ സപ്പോർട്ട് മാർക്കറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ആരും മറക്കരുത്. എല്ലാവരും ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മൾ എല്ലാവരും നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ അവിടെ ലൈവായിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇനി അഥവാ ജോലിയുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ലൈവിൽ സംസാരിക്കാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ രണ്ടാമത്തെ ഒരു പ്രീമിയം ഗ്രൂപ്പിൻ്റെ ലൈവ് ഇല്ലാത്തൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. അതിലൂടെ അവിടെയും ജോയിൻ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. അതുപോലെ നിങ്ങൾക്ക് കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ മോസ്റ്റ് വെൽക്കം. അതേപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിന് എന്ത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. കൂടുതൽ വിശേഷം ഇതിനകത്ത് എന്തെങ്കിലും കണ്ടൻറ്റുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. ഇനി കോപ്പി ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കാണിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഒരു റിക്കവറി സ്റ്റേജിലായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. ബട്ട് ബ്രോക്കറേജ് കൂടി കവറപ്പ് ആയി കഴിഞ്ഞാൽ ക്ലിയർലി നമ്മൾ പ്രോഫിറ്റബിൾ ആയി എന്ന് തന്നെ പറയാം.
സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.